സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. വിശ്വസിക്കുന്ന ഏവനും, ആദ്യം യഹൂദനും പിന്നെ യവനനും, അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നുവല്ലോ. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, സുവിശേഷം ദൈവശക്തിയാണ്. സുവിശേഷം അതൊരു വ്യക്തിയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പോൾ തന്നെ സുവിശേഷത്തിൽ യേശുവിൻ്റെ ജനനവും, യേശുവിൻ്റെ ഈ ഭൂമിയിലെ ജീവിതവും, യേശുവിൻ്റെ ക്രൂശുമരണവും, യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും അടങ്ങിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ദൈവശക്തിയാകുന്നത്? ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്നു, സുവിശേഷം വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവശക്തിയാണ്. നിങ്ങൾ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സുവിശേഷത്തിൻ്റെ ശക്തി വ്യാപരിക്കും. അത് വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. അതെന്ത് ശക്തിയാണ്? തിരുവെഴുത്ത് പറയുന്നു, അത് ദൈവശക്തിയാണ്. അത് യേശുക്രിസ്തുവിൻ്റെ കല്ലറയിൽ വ്യാപരിച്ച ശക്തിയാണ്. അത് പുനരുത്ഥാനത്തിൻ്റെ ശക്തിയാണ്. അത് മരണത്തിൻ്റെ പാശങ്ങളെ അഴിക്കുന്ന ശക്തിയാണ്. മരണത്തിന് യേശുവിനെ പിടിച്ചു വയ്ക്കുക അസാധ്യമായിരുന്നു. യേശുവിൻ്റെ കല്ലറയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വ്യാപരിച്ചപ്പോൾ മരണത്തിൻ്റെ ശക്തികളെ കീഴടക്കിക്കൊണ്ട് മൂന്നാം നാൾ യേശു ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, ഇതെങ്ങനെയാണ് നമുക്ക് ഉപകാരമാകുന്നത്? യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് നമുക്ക് വേണ്ടിയാണ്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിച്ചത് രക്ഷകനായിട്ടാണ്. യേശു ജീവിച്ചത് നമുക്ക് വേണ്ടിയാണ്. യേശു പാപമെന്തെന്നറിയാത്തവനാണ്, പാപമില്ലാത്തവനാണ്. യേശു ക്രൂശിൽ മരിച്ചത് നമ്മുടെ പാപം നിമിത്തമാണ്. നാം മരിക്കേണ്ടതിന് പകരമായിട്ടാണ്. ക്രൂശിൽ നാം കാണുന്നത് നമ്മുടെ മരണമാണ്, പാപത്തിൻ്റെ ശമ്പളമാണ്. വിശ്വസിക്കാമോ? നിങ്ങളുടെ പാപത്തിൻ്റെ ശിക്ഷയാണ് യേശു ഏറ്റുവാങ്ങിയത്. നിങ്ങൾ മരിക്കേണ്ടതിന് പകരമായിട്ടാണ് യേശു ക്രൂശിൽ മരിച്ചത്. നിങ്ങളത് വിശ്വസിച്ചാൽ മരണം കഴിഞ്ഞ് മൂന്നാം നാൾ യേശുവിനെ കല്ലറയിൽ നിന്ന് ഉയർപ്പിച്ച പരിശുദ്ധാത്മാവ് നിങ്ങളെയും ഇന്ന് പകൽ ഉയർപ്പിക്കും. നിങ്ങളുടെ ആത്മാവിനെ ഉയർപ്പിക്കും. മരണത്തിൻ്റെ ശക്തികളെ കീഴടക്കിക്കൊണ്ട് നിങ്ങളുടെ ആത്മാവിനെ ഉയർപ്പിക്കും. പ്രിയപ്പെട്ടവരെ, സുവിശേഷം ദൈവശക്തിയാണ്. വിശ്വസിക്കുന്നവരെ രക്ഷിക്കുന്ന ശക്തി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവം നൽകുന്നത് നിത്യജീവനാണ്. പാപത്തിന് നിന്നെ ഇനി കീഴടക്കാൻ കഴിയുകയില്ല. മരണത്തിന് നിന്നെ പിടിച്ചു വയ്ക്കാൻ കഴിയുകയില്ല. പാപത്തിൻ്റെ ശക്തികളെ, മരണത്തിൻ്റെ ശക്തികളെ കീഴടക്കുന്ന ദൈവശക്തി. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന നിത്യജീവനാണ്. യേശു പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നിങ്ങളെ കീഴടക്കുവാൻ മരണത്തിന് കഴിയുകയില്ല. ഇതാണ് വലിയ ശക്തി, വചനത്തിൽ വ്യാപരിക്കുന്ന ദൈവശക്തി. വിശ്വസിക്കാമോ? നിങ്ങൾ ഒരു നാളും നശിച്ചു പോകില്ല. നിങ്ങളെ ഒതുക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. സുവിശേഷത്തിൻ്റെ ശക്തി വിശ്വസിക്കുന്ന നിങ്ങൾ ഇന്ന് പകൽ വ്യാപരിക്കും. വചനത്തോട് പ്രതികരിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.